സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനോട് റോഷൻ. ജുറാസിക് വേൾഡ് റീബർത്ത് മിക്കവരും പടം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്രിട്ടിക്സിൻ്റെ കയ്യിൽ നിന്നായാലും ഫ്രാഞ്ചൈസിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഫാൻസിൻ്റെ അടുത്ത് നിന്നായാലും ചെറിയൊരു മിക്സഡ് റെസ്പോൺസ് എന്ന രീതിയിലുള്ള ഒരു റിവ്യൂവും പരിപാടികളൊക്കെയാണ് പടത്തിൻ്റെ മേത്ത് വീണിട്ടുള്ളത്. പക്ഷേ ബോക്സ് ഓഫീസിലെ പഞ്ഞിക്കിടലിന് അതൊന്നും ഒരു വിഷയമല്ല. 500 to 800 മില്യണാണ് ഇതിനോടൊക്കെ അടിച്ചെടുത്തിരിക്കുന്നത്. അടുത്ത വീക്ക് ആകുമ്പോഴേക്കും മിക്കവാറും 1 ബില്യൺ അടിക്കേണ്ടതാണ്. ഡൊമിനിയൻ വരെ 1 ബില്യൺ അടിച്ച സ്ഥിതിക്ക് ഇത് 1 ബില്യൺ ഷോർട്ട് ആണ്. നോക്കാം. സോ ബോക്സ് ഓഫീസിൽ ഇത്തരത്തിലൊരു കുതിപ്പ് നടത്തുന്ന സ്ഥിതിക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി ഇത്തരത്തിലും കുഴിച്ചു മൂടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ സീക്വലും പ്രീക്വലും ഒക്കെ ആയിട്ട് ഇനിയും ജുറാസിക് പടങ്ങൾ വരാം. സോ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെതായിട്ട് ഇനി വരാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊരു സ്റ്റോറി സ്ട്രക്ചറും പരിപാടികളൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യാനായിട്ട് സാധ്യതയുള്ളതെന്നുള്ള കാര്യങ്ങളിലുള്ള ഊഹാപോഹങ്ങളും പരിപാടികളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. സോ ആദ്യം തന്നെ ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗാരത്ത് എഡ്വേർഡ്സിൻ്റെ വർക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീബർത്ത് എന്ന രീതിയിൽ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പടത്തിൽ അവർ വർക്കൗട്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു മ്യൂട്ടൻ ഡൈനോസേഴ്സ് ഉള്ള ആ ഒരു ഐലൻഡിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റ പടത്തിൽ അങ്ങ് തീർക്കാതെ 3 പടങ്ങൾ അടങ്ങുന്ന ഒരു ട്രിലോഗി പോലെ പ്രസന്റ് ചെയ്യാനാണ് പുള്ളിയുടെ ഒരു ഐഡിയ. അതായത് ഇപ്പോൾ എങ്ങനെയാണോ ജുറാസിക് വേൾഡ് പടങ്ങളിൽ നമ്മൾ ഓൾറെഡി 3 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, സോ അതേ കൂട്ട് തന്നെ ഈ ഒരു റീബർത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു 3 പടങ്ങളാണ് പുള്ളിയുടെ പ്ലാനുകളുള്ളത്. ആക്ച്വലി ഈ ഒരു റീബർത്ത് പടവും 12 മാസത്തിനടുത്ത് ഷൂട്ട് പോയി അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ മറ്റ് പരിപാടികൾക്കൊക്കെ ശേഷമാണ് റിലീസാക്കിയത്. സോ ആ ഒരു ഗതിക്ക് അടുത്ത പടവും വേണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇറക്കാവുന്നതാണ്. എന്നാൽ പോലും ചെറിയൊരു ഗ്യാപ്പ് എടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ മേ ബി 2027 ആകുമ്പോഴത്തേക്കും ഈ ഒരു റീബർത്തിന്റെ സീക്വൽ എന്ന നിലയ്ക്ക് ഈ ഒരു ജുറാസിക് ഫ്രാഞ്ചൈസിന്ന് അടുത്തൊരു പടം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇസ്ല സോണ, ഇസ്ല നുബ്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഐലൻഡുകളിലായിട്ടുള്ള കലാപരിപാടികൾ ഇതിനോടകം ജുറാസിക് ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് അതിനുശേഷം ഈ ഒരു പുതിയ ഫ്രാഞ്ചൈസിൽ ഗാരത്ത് എഡ്വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഈ ഒരു മ്യൂട്ടൻ ഡൈനോസേഴ്സ് നടമാടുന്ന ഈ ഒരു ദ്വീപുണ്ടല്ലോ, ഈ ഒരു ദ്വീപിനെ മെയിൻ ഫോക്കസിൽ വെച്ചുകൊണ്ടായിരിക്കും പുള്ളിയുടെ ഈ ഒരു ട്രിലോഗി വർക്കൗട്ട് ആകാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു മ്യൂട്ടൻ ഡൈനോസേഴ്സിന്റെ ഈ ഒരു ദ്വീപിൽ ഒരു ആൽഫ പ്രെഡേറ്റർ എന്ന നിലയ്ക്ക് പുള്ളി പുഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഡീറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൈനോസറിനെയാണ്. ആ ഒരു ഡൈനോസറിന്റെ ഒറിജിൻ സ്റ്റോറി പോയിട്ട് നേരാവണ ഡൈനോസറിനെ ഒന്ന് കണ്ണിൽ കാണിച്ചു പോലും ഇല്ല. സോ മേ ബി അത് ചിലപ്പോൾ ഈ ഒരു ഡൈനോസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റു പരിപാടികളൊക്കെ ഒരു സർപ്രൈസ് എലമെന്റ് പോലെ അടുത്തടുത്ത പടങ്ങളിൽ പതുക്കെ റിവീൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലായിരിക്കും ഈ ഒരു പടത്തിൽ കുറച്ച് സീക്വൻസിൽ മാത്രം ആ ഒരു ഡീറക്സിനെ കൊണ്ടുവന്നത്. ആൻഡ് ആ ഒരു ഐലൻഡിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സിന്റെ ഇടയിൽ തന്നെ മ്യൂട്ടേഷന്റെ ഒരു വേഴ്സ്റ്റ് ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു ഡൈനോസറാണ് ഈ ഡീറക്സ് എന്നും പുള്ളിയുടെ ആ ഒരു റോറിൽ നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഗാരത്ത് എഡ്വേർഡ്സ് പറയുന്നത്. പടം ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആ റോറിൽ അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നും ഫീൽ ചെയ്തില്ല. ഇനിയും പടം ആരെങ്കിലും സെക്കൻഡ് വാച്ചിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡീറക്സിന്റെ റോർ ഒന്ന് നോട്ട് ചെയ്തോ, അതിൽ എന്തെങ്കിലും പരിപാടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ആൻഡ് ഈ ഒരു ജുറാസിക് ഫ്രാഞ്ചൈസിലെ ഏതൊരു ടൈം ലൈനിലാണ് ഈ ഒരു മ്യൂട്ടേറ്റഡ് ഡൈനോസേഴ്സ് അടങ്ങുന്ന ഈ ഒരു ഐലൻഡ് ഫോം ചെയ്തെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു പരിപാടിയൊന്നും ഈ ഒരു പടത്തിൽ പറയുന്നില്ല. അടുത്തടുത്ത പടങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്നുള്ളൊരു കാര്യം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടെന്നും അവിടെ ഇത്തരത്തിൽ മ്യൂട്ടേറ്റഡ് ആക്കപ്പെട്ട കുറച്ച് ഡൈനോസേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കണ്ണിൽ കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയും പരിപാടികളാണ് ഈ ഒരു പടത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തടുത്ത പടങ്ങളിൽ ഈ ഒരു ഡൈനോസേഴ്സിൻ്റെ ഉള്ളിലോട്ട് ഡെപ്തായിട്ട് ആഴ്ന്നിറങ്ങി കുറച്ച് പരിപാടികളൊക്കെ അടുത്തടുത്ത പടങ്ങളിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടീറക്സിന് നീന്താൻ കഴിയുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മ്യൂട്ടേഷനിലൂടെ കിട്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ആണെന്ന് തോന്നുന്നു. ഓൾറെഡി ടീറക്സിന് നീന്താനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് അങ്ങനെ ഒരു മ്യൂട്ടഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈനോസറിനെ വെച്ചിട്ടും കുറച്ച് സീക്വൻസുകൾ അധികമായിട്ട് ആ ഒരു ഡൈനോസറിനെ കാണിക്കുന്ന പോലെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ആ ഡൈനോസറിനെ വെച്ചിട്ടും കഥ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിങ്ങനെ ഒരു ട്രിലോഗി പോലെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എൻഡ് ഗെയിം എന്ന രീതിക്ക് ഡീറക്സ് തന്നെ ആയിരിക്കണം. അത്തരത്തിലാണ് അവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ പടത്തിൽ ഡീറക്സിന്റെ ഒരു ഒറിജിൻ സ്റ്റോറിയും പരിപാടികളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡെപ്തായിട്ട് കാണിക്കാമായിരുന്നു എന്ന് തോന്നി. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഒരു ദ്വീപിൽ നിന്ന് സർവൈവ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യാരക്ടേഴ്സിന് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഡങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, സ്കാർലറ്റ് ജോൺസന്റെ ക്യാരക്ടർ ഉണ്ട്, ആ ഒരു ഹെൻറി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ, പിന്നെ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമാണ് ഇപ്പോൾ ഈ ഒരു ഐലൻഡിൽ നിന്ന് സർവൈവ് ആയി പോയിട്ടുള്ളത്. ഇവരിപ്പോൾ ഈ ഒരു ഐലൻഡിൽ നിന്ന് എസ്കേപ്പ് ആയില്ല. ഇവിടെ ഇങ്ങനെ വലിയ ഡീറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ത്രെട്ട് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തു. സോ ഇനി ഇവർ ഈ ഐലൻഡിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാഞ്ചൈസ് എങ്ങനെ മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മനുഷ്യന്മാരാണ്, അവർ തിരിച്ചു വരും. ഇപ്പോൾ ഈ സർവൈവ് ആയി ഇവരുടെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു ഐലൻഡിനെ പറ്റിയിട്ടും അവിടെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരും. ഇനി ഈ ഡൈനോസേഴ്സിനെ വെച്ച് എന്തൊക്കെ പണ്ണാൻ പറ്റുമോ എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ ആളെത്തും. മാത്രമല്ല ഒരു ഹെൻറി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ക്യാരക്ടർ ആ ഒരു DNA 3 കളക്ട് ചെയ്തതിന് ശേഷം ഇത് മൊത്തം ലോകത്തിന് ഒരേ സമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഫ്രീ വിൽ എന്ന രീതിക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അല്ലാതെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് മാത്രം കൊടുക്കാനല്ല പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ഈ ഒരു വേൾഡിൽ നിലനിൽക്കുന്ന ഇഞ്ചൻ, ബയോസി, മാൻഡാൻ, ഇപ്പോൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും ഈ ഒരു DNA എത്തും. അവർ ഓഫ് കോഴ്സ് ആ ഒരു മരുന്നുണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. എന്നാൽ അതിനുശേഷം എന്തുകൊണ്ട് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡൈനോസേഴ്സിന്റെ DNA വെച്ചിട്ട് വിധവിധമായി പലതരത്തിൽ ഡൈനോസേഴ്സിനെ പടച്ചു വിട്ടുകൂടാന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഓരോരോ ഡൈനോസർ എന്ന രീതിക്ക് മറ്റ് ജുറാസിക് പാർക്കിന്റെ ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഓൾറെഡി സാധാ ഡൈനോസേഴ്സിനൊക്കെ കണ്ട് മടുത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു വേൾഡിലുള്ളത് എന്നുള്ള രീതിക്കുള്ള ടോക്സും പരിപാടികളാണ് പോകുന്നത്. സോ അതിൽ കവിഞ്ഞ് ഇനി മ്യൂട്ടേറ്റഡ് ഡൈനോസേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും ആൾക്കാരുടെ ഇടയിലോട്ട് ആ ഒരു ഡൈനോസേഴ്സിനെ കാണുമ്പോൾ വൗ ഫാക്ടർ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ കഥ മറ്റൊരു യൂട്ടേൺ എടുക്കുന്ന പോലെയാവും. സോ ഏതൊരു രീതിക്കാണ് ആ ഒരു പ്ലോട്ടിനെ അവർ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാം. മാത്രമല്ല ഒരു
കോർപ്പറേറ്റ് വില്ലൻ വരുന്നത് പാർക്കർ ജെനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീനെ പ്രതിനിധീകരിച്ചാണല്ലോ. അതിലെ പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആളെ ഈ ഒരു പടത്തിൽ എവിടെയും കാണിച്ചിട്ടില്ല, മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. സോ ആ ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ ഒരു ട്രിലോഗിയുടെ മെയിൻ വില്ലൻ എന്ന രീതിക്ക് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഡൊളോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഡൈനോസറിനെ ആ കുട്ടി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലും ഒരു സീക്വൻസ് പോകുന്നുണ്ടായിരുന്നു. അതും ചുമ്മാതങ്ങ് വെച്ചതായിരിക്കത്തില്ല. ഇങ്ങനെ ഒരു മ്യൂട്ടേറ്റഡ് ഡൈനോസേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്വീപുണ്ടെന്ന് വായാല പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കാൻ സാധ്യതയില്ല. സോ അവർക്ക് മുമ്പിലുള്ള ഒരു ലിവിങ് ആൻഡ് ബ്രീത്തിങ് എവിഡൻസ് ആയിട്ടായിരിക്കും ഡോളോറസിനെ അടുത്തടുത്ത പടങ്ങളിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു ഡൈനോസറിനെ കാണിച്ചുകൊണ്ട് ഇത് കൂട്ട് മെഗാ ഐറ്റങ്ങൾ ആ ഒരു മ്യൂട്ടൻ ഐലൻഡിൽ ഉണ്ടെന്നുള്ള കാര്യം ആൾക്കാർ മനസ്സിലാക്കുന്നതും അങ്ങോട്ട് പോകുന്ന രീതിയിലൊക്കെ കഥ പോകാൻ ചാൻസ് ഉണ്ട്. ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ അവർ ഷോറ എന്നുള്ള ഒരു ക്യാരക്ടറും ഡങ്കൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെയാണ് മെയിൻ ഫോക്കസിൽ വെച്ചിട്ടുള്ളത്. വലിയ രീതിക്കുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് പരിപാടികളൊന്നും കൊടുത്തിട്ടില്ല. ഒരു സാധാരണ ടിപ്പിക്കൽ മൂഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരാണ് കുറച്ച് മെയിൻ ഫോക്കസിൽ വരുന്നത്. ഷോറയും പിന്നെ ആ ഒരു ഡോക്ടർ ഹെൻറിയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ വരുന്ന പോലെ പറയാതെ പറഞ്ഞൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു DNA അവർ ഫ്രീ സോഴ്സ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെൻറിക്ക് ഒരുപാട് ത്രട്ടും പരിപാടികളൊക്കെ വരാം. സോ അതിൽ നിന്ന് രക്ഷിക്കാനെന്ന രീതിക്ക് ഷോറ ചിലപ്പോൾ ഈ ഒരു ഹെൻറിയുടെ കൂടെ ചേരുന്ന രീതിയിലൊക്കെ അടുത്തടുത്ത പടങ്ങളിൽ വന്നേക്കാം. ആ ഒരു ഫാമിലിന് റിട്ടേൺ ആവുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ഡൊളോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൈനോസർ ആ കുട്ടിയുടെ കയ്യിലുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം കോൺട്രിബ്യൂഷൻസ് ഒന്നും ആ ഒരു ഫാമിലിയുടെ പക്കൽ നിന്ന് കാര്യമായിട്ടില്ല. സോ ഇത് ജസ്റ്റ് ഒരു ഹൊറർ ഫാക്ടർ പോലെ, ഐ മീൻ ഒരു ഹൊറർ മൂഡിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പടത്തിൽ മാത്രം കൊണ്ടുവന്ന ഒരു ഫാമിലി ആയിരിക്കും. സോ സീക്വൽ എന്തായാലും ഓൾമോസ്റ്റ് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഗാരത്ത് എഡ്വേർഡ്സ് തന്നെ മുന്നോട്ടിറങ്ങിയ പടം എടുക്കുന്നുള്ള കാര്യവും ഓൾമോസ്റ്റ് കൺഫേം ആണ്. അത് ഏതൊരു രീതിക്ക് സ്റ്റോറി പ്രിമൈസും പരിപാടികളും കൊണ്ടുപോകുന്നുള്ള കാര്യം പതുക്കെ എന്തായാലും നമുക്കറിയാം. പടം വരട്ടെ. ഡൈനോസേഴ്സിനെ വെച്ചിട്ടുള്ള ഈ ഒരു ജുറാസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഏതൊരു കാലത്ത് എടുത്ത് നോക്കിയാലും അതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷെ കഥാപരമായി അവർ ഇനിയും വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. വിഷ്വലി ആ ഒരു ഗ്രാൻഡിയർ ഫീൽ നമുക്ക് എന്തായാലും അവർ തരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അത് കവിഞ്ഞ് നല്ല നല്ല കഥകൾ, നല്ല നല്ല ക്യാരക്ടേഴ്സും ഇമോഷൻസും ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു ഫ്രാഞ്ചൈസ് സ്റ്റിൽ അലൈവായിട്ട് നിൽക്കത്തുള്ളൂ. ബില്യൺ ക്ലബ്ബിൽ കയറും. നേരത്തെ പറഞ്ഞ കൂട്ട് ജുറാസിക് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ബ്രാൻഡാണ്. ആ പേര് വെച്ച് ടീറക്സിനെ ചുമ്മാ കാണിച്ചാൽ തന്നെ ബില്യൺ അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതല്ലല്ലോ വേണ്ടത്. ഐ മീൻ അതും വേണം, ബട്ട് അതും കടന്ന് ഐക്കോണിക് ആയിട്ടുള്ള പടങ്ങൾ വേണ്ടേ. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പടത്തെപ്പറ്റി നമ്മൾ ഇപ്പം പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആ ഒരു വൗ എലമെന്റ് ഉണ്ടല്ലോ, ആ കൂട്ടൊരു വൗ എലമെന്റ് പറയാൻ കാലങ്ങളോളം എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ജുറാസിക് പാർക്ക് പടം എന്ന് പറയാൻ പറ്റുന്ന പടങ്ങൾ അത് വേണ്ടേ. സോ ഒരു കോൺസെപ്റ്റിൽ തർക്കമില്ല, അത് അത്യാവശ്യം അടിപൊളി തന്നെയാണ്. എന്നാൽ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസും ഈ ഒരു കോൺസെപ്റ്റിന്റെ തന്നെ മുമ്പോട്ടുള്ള റൈറ്റിംഗ്സും പരിപാടികളും കുറച്ചുകൂടെ സ്ട്രോങ് ആയാൽ മാത്രമേ ഈ ഒരു ഫ്രാഞ്ചൈസ് കൂടുതൽ അടിപൊളിയായിട്ട് ഐക്കോണിക് ആയിട്ടുള്ള പടങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബില്യൺ ക്ലബ്സിലൊക്കെ കയറുന്നതിന്റെ ആഘോഷങ്ങൾക്കിടയിലൂടെ തന്നെ ഈ ഒരു ക്രിട്ടിക്സിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു റെസ്പോൺസിന്റെ ആ ഒരു നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കിന്റെ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അടുത്തടുത്ത പടങ്ങളിൽ റൈറ്റിംഗ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല പടങ്ങൾ ഈ ഒരു ജുറാസിക് ഫ്രാഞ്ചൈസിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടും. എന്തായാലും നോക്കാം അടുത്തടുത്ത പടങ്ങളിൽ ഏതൊരു രീതിയിലാണ് പണി വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജുറാസിക് വേൾഡ് റീബർത്ത് നിങ്ങൾക്ക് ഏതൊരു രീതിക്കാണ് വർക്കൗട്ട് ആയെന്നുള്ള കാര്യങ്ങളും ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ മുന്നോട്ട് പോക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പരിഭവങ്ങളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.